സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ KSRTCയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ലിങ്ക് ബസ്സാണ്. നമ്മുടെ പഴയ ഹൈടെക് സൂപ്പർ ഫാസ്റ്റ് ലിവറിയാണ് ഈ ഒരു ബസ്സിനുള്ളത്. എന്തായാലും ഈ ഒരു ബസ് 10 മീറ്ററാണ് ഈ ഒരു ബസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ പഴയ ബസ്സിനെക്കാട്ടും അത്യാവശ്യം ചെറുതാണ്, എന്നാലും അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബസ് സുൽത്താൻ ബത്തേരിയിലേക്ക് അലോട്ട് ചെയ്ത ബസ്സാണ്. ആ ബസ് തിരുവനന്തപുരത്ത് നിന്ന് സുൽത്താൻ ബത്തേരിയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കോഴിക്കോട് നിന്നും താമരശ്ശേരിയിലോട്ട് ഈ ബസ് കണ്ടപ്പം കയറിയതാണ് കേട്ടോ. AT 504 ഈ ഒരു ബസ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ഇതിൻ്റെ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടാലോ. ഈ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ വരച്ചിടാനോ കാര്യങ്ങൾക്കൊന്നും കഴിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഇതിൻ്റെ തൊട്ടും, അതായത് നമ്മുടെ ഡ്രൈവർ സീറ്റ്, നമ്മുടെ കണ്ടക്ടർ സീറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതിനില്ല. പക്ഷേ നമ്മുടെ തൊട്ട് ആ ഒരു ബാക്ക് സൈഡിലെ സീറ്റിന് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ബോട്ടിൽ ഹോൾഡറും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ടാണ് വരുന്നത്. ചാർജിങ് പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ USB അതേപോലെ നമ്മളെ C ടൈപ്പും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചാർജിങ് പോർട്ടാണ്. ഈ ഒരു ചാർജിങ് പോർട്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ബസ്സുകളിൽ പെട്ടെന്ന് കേടായി പോകുന്നത്. അതൊന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നന്നായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ സീറ്റ് വരുന്നത് കർണാടക സാരികയുടെ സീറ്റ് പോലത്തെ സീറ്റാണ്. പക്ഷേ ഇതിൽ 2x2 സീറ്റിംഗ് ആണ് ഉള്ളത്. സാധാരണ നമ്മുടെ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിലെല്ലാം 3x2 ആണ്. പക്ഷേ ഇത് ലിങ്ക് ബസ് ആയതുകൊണ്ട് തന്നെ 2x2 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഉള്ളത്. ബസ്സിന് വരുന്നത് 38 സീറ്റാണ്. 38 സീറ്റാണ് ഈ ഒരു ബസ്സിന് ടോട്ടലായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംഫർട്ടായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബസ്സിന് യൂസ് ചെയ്യുന്നത് ടേക്ക് ഓവർ സർവീസസിന് വേണ്ടിയിട്ടാണെന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത്. അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുടെ, അതായത് പഴകിയ ബസ്സുകൾക്കൊക്കെ ഈ ഒരു ലിങ്ക് ബസ് അവർ ആഡ് ചെയ്യുന്നു. അതായത് ഇപ്പം കുറേ സർവീസസ് ടേക്ക് ഓവർ, പ്രൈവറ്റ് ബസ്സിൻ്റെ ടേക്ക് ഓവർ സർവീസസിന് വേണ്ടി കൊണ്ടുവന്ന ബസ്സാണ് ഈ ഒരു ലിങ്ക് ബസ് എന്ന് പറയുന്നത്. എല്ലാ സീറ്റിലും ഇതേപോലെ നമുക്കൊരു ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഈ ഒരു ബസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള കാര്യം ചെയ്യണം. യാത്രക്കാരാണ് ഏറ്റവും കൂടുതലും ഒരു ബസ് വൃത്തിയായി സൂക്ഷിക്കേണ്ടത്. ഈ ഒരു ബസ്സിന് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ സെയിം ടിക്കറ്റ് ചാർജ് തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മളെ ഈ ഒരു ബസ് തിരുവനന്തപുരത്ത് നിന്നും സുൽത്താൻ ബത്തേരിയിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കേട്ടോ നമ്മൾ കയറി വീഡിയോ എടുക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു യാത്രാ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ. ഈ ഒരു ബസ്സിന് CCTV, അതേപോലെ TV, അതേപോലെ നമ്മുടെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ അടിപൊളിയായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. നമ്മളിത് താമരശ്ശേരി എത്താറായിട്ടുണ്ട്. താമരശ്ശേരിയിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ നമ്മളിത് താമരശ്ശേരി പുതിയ സ്റ്റാൻഡ് അടുത്ത് എത്താനായിട്ടുണ്ട്. ഏതാ നമ്മുടെ ക്രൂവും കാര്യങ്ങളൊക്കെ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഡ്രൈവർ ചേട്ടൻ, അതെ നമ്മളെ ആളും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് താമരശ്ശേരി എത്തിയിട്ടുണ്ട്. താമരശ്ശേരി പുതിയ സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങും. ഇതാണ് നമ്മുടെ ഈ ഒരു ബസ്സിന്റെ ക്യാബിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതേ നമ്മുടെ ബസ് അങ്ങനെ പോകുന്നു. അങ്ങനെ നമ്മളിത് താമരശ്ശേരി പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ബസ് തന്നെയാണ്. പ്രകാശിന്റെ BS6 ബസ്സാണ്. അപ്പോൾ ലവ് യു ഓൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്. ബൈ ബൈ.